നമസ്കാരം. പ്രധാന വാർത്തകൾ. മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവ് സംബന്ധിച്ച ചോദ്യത്തിൽ പ്രകോപിതനായി കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. മൈക്കും ക്യാമറയും തട്ടിമാറ്റി റിപ്പോർട്ടറെ തോളിൽ കൈയിട്ട് ബലമായി മാറ്റിക്കൊണ്ടുപോയി. സ്പോൺസറോടെ ചോദിക്കൂ എന്ന് മന്ത്രിയുടെ പരുക്കൻ മറുപടി. മന്ത്രിക്ക് പിന്തുണയുമായി ചാനൽ മൈക്കുകളും ക്യാമറയും തട്ടിമാറ്റി MLA AC മൊയ്തീനും. വിഷം അകത്തുചെന്ന് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട രോഗിയുടെ മൃതദേഹം നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ ബന്ധുക്കൾക്ക് വിട്ടുനൽകിയ സംഭവത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രി അധികൃതർക്ക് ഗുരുതര വീഴ്ച. പിഴവ് സംഭവിച്ചത് അസ്വാഭാവിക മരണങ്ങളിൽ പോസ്റ്റ്മോർട്ടം നിർബന്ധമാണെന്നിരിക്കെ അബദ്ധം തിരിച്ചറിഞ്ഞ് വീട്ടിലെത്തിച്ച മൃതദേഹം സംസ്കാരത്തിന് മുമ്പ് ആംബുലൻസിലെത്തിയ ആശുപത്രി ജീവനക്കാർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ തിരിച്ചെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയ്ക്കൊപ്പം വേദി പങ്കിട്ട സംഭവത്തിൽ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനെതിരെ BJPയിൽ ശക്തമായ പടയൊരുക്കം. പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചെയർപേഴ്സന്റെ രാജി ആവശ്യപ്പെട്ട നേതാക്കൾ രാഹുലിനെതിരായ പാർട്ടി നിലപാടിനെയും സമരം നടത്തി കേസിലകപ്പെട്ടവരെയും പ്രമീള ശശിധരൻ അവഹേളിച്ചെന്ന് ആക്ഷേപം. യോഗത്തിൽ ചെയർപേഴ്സൺ പങ്കെടുത്തില്ല. കുളപ്പുള്ളി കണയം പാതയിലെ മണ്ണാരംപാറയിൽ വീണ്ടും വാഹനാപകടം. ഗ്യാസ് കയറ്റി പോവുകയായിരുന്ന ടെമ്പോ തലകീഴായി മറിഞ്ഞു. തൃശൂരിൽ പോലീസ് ജീപ്പ് മറിഞ്ഞ് DYSPക്ക് പരിക്ക്. പുതുപ്പരിയാരം സർവീസ് സഹകരണ ബാങ്ക് മുക്കുപണ്ട പണയ തട്ടിപ്പ്. കോടികളുടെ തട്ടിപ്പിന് ബാങ്ക് ജീവനക്കാരിക്ക് ഒത്താശ ചെയ്ത CPM ബാങ്ക് ഭരണസമിതി പിരിച്ചുവിടണമെന്ന് കോൺഗ്രസ്. ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും. സഹകരണ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കരുതെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. ഹാജർ കുറവ് മൂലം കായിക താരത്തെ +2 പരീക്ഷ എഴുതാൻ അനുവദിക്കാത്തതിനെതിരെ ചിറ്റൂർ GHSൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. സ്കൂൾ പ്രിൻസിപ്പാളിനെ പ്രവർത്തകർ ഉപരോധിച്ചു. സ്കന്ദഷഷ്ഠി മഹോത്സവം ഭക്തിസാന്ദ്രം. ക്ഷേത്രങ്ങളിൽ വിശേഷ പരിപാടികൾ. കനത്ത മഴയെ തുടർന്ന് പ്രസിദ്ധമായ മുള്ളൂർക്കര ഇരുനിലംകോട് ക്ഷേത്രത്തിലെ ആഘോഷ പരിപാടികൾ നവംബർ 3 മാറ്റിവെച്ചു. ഒറ്റപ്പാലത്ത് സംസ്ഥാനത്തെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം ഒരുങ്ങുന്നു. നിർമ്മാണോദ്ഘാടനം ചൊവ്വാഴ്ച. സ്റ്റേഡിയം നിർമ്മിക്കുന്നത് കണ്ണിയമ്പുറം പാലത്തിനു സമീപത്തെ സർക്കാർ ബദിര വിദ്യാലയം മൈതാനത്ത്. ആധുനിക പൊതുകളിയിടം എന്ന സ്വപ്നം കൂടിയാണ് യാഥാർത്ഥ്യമാകുന്നതെന്ന് K പ്രേംകുമാർ MLA. വാർത്തകൾ വിശദമായി. മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവ് സംബന്ധിച്ച ചോദ്യത്തോട് പ്രകോപിതനായി കായിക മന്ത്രി. തൃശൂരിൽ ചോദ്യം ചോദിച്ച റിപ്പോർട്ടറെ തോളിൽ കൈയിട്ട് ബലമായി മാറ്റിക്കൊണ്ടുപോയി വി അബ്ദുറഹ്മാന്റെ പ്രകോപനം. മൈക്കും ക്യാമറയും മന്ത്രി തട്ടിമാറ്റി. മെസ്സി വരുന്ന കാര്യം സ്പോൺസറോട് ചോദിക്കൂ എന്നായിരുന്നു പിന്നീടുള്ള മറുപടി. മന്ത്രിയെ പിന്തുണച്ച് ചാനൽ മൈക്കുകളും ക്യാമറകളും AC മൊയ്തീൻ MLA തള്ളിമാറ്റി. എരുമപ്പെട്ടിയിൽ സ്കൂൾ ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്യാനെത്തിയ കായിക മന്ത്രി വി അബ്ദുറഹ്മാനോട് മെസ്സി കേരളത്തിലെത്തുന്ന കാര്യം ചോദിച്ചതാണ് പ്രകോപനമായത്. 24 ന്യൂസ് തൃശൂർ റിപ്പോർട്ടറുടെ കഴുത്തിന് പിടിച്ച മന്ത്രി ചെവിയിൽ കോ സ്പോൺസറോട് പോയി ചോദിക്കാൻ പറഞ്ഞ് പ്രകോപിതനാവുകയായിരുന്നു. മുന്നോട്ട് നീങ്ങിയ മന്ത്രി ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ക്യാമറകളും മൈക്കുകളും തട്ടിത്തെറിപ്പിച്ചു. മന്ത്രിക്ക് പിന്തുണയുമായി ചാനൽ പ്രവർത്തകരെ കൈകാര്യം ചെയ്ത് കുന്നംകുളം MLA AC മൊയ്തീനും രംഗത്ത് വന്നു. പോലീസും പാർട്ടി പ്രവർത്തകരും നേതാക്കളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറി. നേരത്തെയും മെസ്സി വരുന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് കായികമന്ത്രി മാധ്യമപ്രവർത്തകരോട് കയർത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിഷം അകത്തുചെന്ന് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട രോഗിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പോലുള്ള നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാതെ ബന്ധുക്കൾക്ക് വിട്ടുനൽകിയ സംഭവത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രി അധികൃതർക്ക് ഗുരുതര വീഴ്ച. അസ്വാഭാവിക മരണത്തിൽ പോസ്റ്റ്മോർട്ടം നിർബന്ധമാണെന്നിരിക്കെ ആണ് ഈ പിഴവ് സംഭവിച്ചത്. വിഷമകത്തു ചെന്ന് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട രോഗിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പോലുള്ള നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ സംഭവത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രി അധികൃതർക്ക് ഗുരുതരമായ വീഴ്ച പറ്റിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അസ്വാഭാവിക മരണത്തിൽ പോസ്റ്റ്മോർട്ടം നിർബന്ധമായിരിക്കെയാണ് വലിയ പിഴവ് സംഭവിച്ചത്. മൃതദേഹം വീട്ടിലെത്തിച്ച് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തന്നെ അബദ്ധം മനസ്സിലാക്കിയ ആശുപത്രി ജീവനക്കാർ വീട്ടിലെത്തി മൃതദേഹം തിരികെ ആംബുലൻസിൽ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് 5:30 നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. സെപ്റ്റംബർ 25 വിഷമകത്തു ചെന്ന നിലയിൽ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച
62കാരനായ മുണ്ടൂർ സ്വദേശിയാണ് ഞായറാഴ്ച വൈകിട്ട് 5:30 മരണപ്പെട്ടത്. വിവരമറിഞ്ഞതിനെ തുടർന്ന് ആശുപത്രിയിലെത്തിയ ബന്ധുക്കൾ അവിടെയുണ്ടായിരുന്ന ജീവനക്കാരുമായി സംസാരിക്കുകയും മൃതദേഹം കൊണ്ടുപോകാമെന്ന് അറിയിക്കുകയും ചെയ്തു. മുണ്ടൂരിലെ വീട്ടിലെത്തിച്ച മൃതദേഹം അന്തിമോപചാരത്തിനായി വെച്ചതിന് ശേഷമാണ് ആശുപത്രി അധികൃതർ വരുത്തിയ ഗുരുതരമായ പിഴവ് പുറത്തറിയുന്നത്. മൃതദേഹം വീട്ടിലെത്തിച്ച് അധികം താമസിയാതെ തന്നെ ജില്ലാ ആശുപത്രിയിലെ ജീവനക്കാർ പിന്നാലെ അവിടെ എത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയില്ലെന്ന നിർണായകമായ വിവരം ജീവനക്കാർ ബന്ധുക്കളെ അറിയിച്ചു. ഇവർക്കൊപ്പം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. അസ്വാഭാവിക മരണമായതിനാലും നിയമപരമായ കാരണങ്ങളാലും പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ എന്നും ജീവനക്കാർ ബന്ധുക്കളെ ധരിപ്പിച്ചു. ജില്ലാ ആശുപത്രിയുടെ സ്വന്തം ചെലവിൽ ആംബുലൻസ് അടക്കം ജീവനക്കാരെ അയച്ച് മൃതദേഹം തിരികെ കൊണ്ടുപോകാമെന്നും അധികൃതർ അറിയിച്ചതോടെ ബന്ധുക്കൾ ഇതിന് സമ്മതം മൂളുകയായിരുന്നു. ഇതേ തുടർന്ന് വീട്ടിലെത്തിച്ച മൃതദേഹം അതേ ആംബുലൻസിൽ തിരികെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കൊപ്പം വേദി പങ്കിട്ട സംഭവത്തിൽ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനെതിരെ BJP-യിൽ പടയൊരുക്കം ശക്തം. പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഭൂരിപക്ഷം നേതാക്കളും പ്രമീള ശശിധരന്റെ രാജി ആവശ്യപ്പെട്ടതായാണ് വിവരം. യോഗത്തിൽ ചെയർപേഴ്സൺ പങ്കെടുത്തിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പാർട്ടി നിലപാടിനെയും സമരങ്ങളെയും സമരം നടത്തി കേസിൽ ഉൾപ്പെട്ടവരെയും പ്രമീള ശശിധരൻ അവഹേളിച്ചെന്നും നടപടി വേണമെന്നുമാണ് BJP ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആവശ്യമുയർന്നത്. യോഗത്തിൽ പങ്കെടുത്ത ഭൂരിപക്ഷം അംഗങ്ങളും പ്രമീള ശശിധരൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടു. MLA രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം BJP വനിതാ നേതാവ് കൂടിയായ പ്രമീള ശശിധരൻ വേദി പങ്കിട്ട സംഭവം സംസ്ഥാന ഘടകത്തെ ധരിപ്പിച്ചതിന് ശേഷം നടന്ന ജില്ലാ കമ്മിറ്റിയിലാണ് കടുത്ത നടപടി വേണമെന്ന ആവശ്യമുയർന്നിരിക്കുന്നത്. 23 പേർ പങ്കെടുത്ത യോഗത്തിൽ 13 പേർ നടപടി ആവശ്യമുന്നയിച്ചു. രാഹുലിനെതിരെ സമരം നയിച്ച മഹിളാ മോർച്ചയിലെ നിരവധി പേർ കേസിലകപ്പെട്ടിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പാർട്ടി നിലപാടിൽ മാറ്റമുണ്ടാവാത്ത സാഹചര്യത്തിലാണ് പ്രമീള ശശിധരൻ MLA-ക്കൊപ്പം വേദി പങ്കിട്ടത്. നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് BJP നേതൃത്വം ഏറെ പ്രതീക്ഷ പുലർത്തുന്ന പാലക്കാട് നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP ക്യാമ്പിൽ നിന്നും വലിയ തോതിൽ വോട്ട് ചോർച്ചയുണ്ടായി. BJPക്ക് വൻ സ്വാധീനമുള്ള മേഖലകളിൽ പോലും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റും സ്ഥാനാർത്ഥിയുമായ C. കൃഷ്ണകുമാർ ഏറെ പിന്നിലായിരുന്നു. ഇതിന് പിന്നാലെ വിഭാഗീയതയ്ക്ക് ശക്തി പകരുന്ന നടപടിയാണ് പ്രമീള ശശിധരനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിൽ പ്രമീള ശശിധരൻ്റെ വീഴ്ചകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് BJP ജില്ലാ നേതാക്കളുടെ ആക്ഷേപം. ഇതിനിടെ പ്രമീള ശശിധരനെ സ്വാഗതം ചെയ്തുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രമീള ശശിധരനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി ബ്ലോക്ക് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ട വിഷയത്തിൽ പ്രമീള ശശിധരൻ പാർട്ടി നേതൃത്വത്തിന് വിശദമായ മറുപടി നൽകിയിട്ടുണ്ട്. MLA ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കിയ പദ്ധതിയുടെ ഉദ്ഘാടന പരിപാടിയായിരുന്നു അത്. നഗരസഭാ അധ്യക്ഷ എന്ന നിലയിൽ ഔദ്യോഗികമായ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായാണ് താൻ വേദി പങ്കിട്ടതെന്നാണ് പ്രമീള ശശിധരൻ്റെ വിശദീകരണം. നിലവിലെ സാഹചര്യത്തിൽ പ്രമീള ശശിധരനെതിരെ കടുത്ത അച്ചടക്ക നടപടികൾക്ക് സാധ്യതയില്ലെന്നാണ് സംസ്ഥാന നേതൃത്വം നൽകുന്ന സൂചനകൾ. എന്നാൽ പാലക്കാട്ടെ പ്രാദേശിക BJP ഘടകത്തിൽ ഇവർക്കെതിരെ ശക്തമായ പടയൊരുക്കമാണ് നടക്കുന്നത്. പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന നടപടിയാണ് ചെയർപേഴ്സൻ്റേതെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമരം ചെയ്ത കേസുകളിൽ പ്രതികളായ പ്രവർത്തകരോട് പാർട്ടി എന്തു മറുപടി പറയുമെന്നും യോഗത്തിൽ ചോദ്യങ്ങൾ ഉയർന്നു. വിഷയത്തിൽ ശക്തമായ നടപടിയെടുത്തില്ലെങ്കിൽ പാർട്ടി അച്ചടക്കം തകരുമെന്നും ഭൂരിപക്ഷം അംഗങ്ങളും അഭിപ്രായപ്പെട്ടു. നിർണായക യോഗത്തിൽ പ്രമീള ശശിധരൻ പങ്കെടുത്തിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പള്ളി കണയം പാതയിൽ മണ്ണാരംപാറയിൽ വീണ്ടും വാഹനാപകടം. തിങ്കളാഴ്ച രാവിലെ ഗ്ലാസ് കയറ്റി പോവുകയായിരുന്ന ടെമ്പോ തിരിച്ചിറങ്ങി തലകീഴായി മറിഞ്ഞായിരുന്നു അപകടം. ഇതേ തുടർന്ന് പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഗതാഗതക്കുരുക്കും അപകടവും പതിവാകുന്നുണ്ടെന്നും വീതി കൂട്ടി പാത കാര്യക്ഷമമായ രീതിയിൽ നിർമ്മിക്കാൻ നടപടി കൈക്കൊള്ളണമെന്നും കൗൺസിലർ സിനി മനോജ് ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച രാവിലെ 7:15 അപകടം. ഗ്ലാസ് കയറ്റി പോവുകയായിരുന്ന ടെമ്പോ പുറകിലേക്ക് തിരിച്ചിറങ്ങി നിയന്ത്രണം വിട്ട് തല കീഴായി മറിയുകയായിരുന്നു.
ഡ്രൈവർ പരുക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. അപകട സമയം പുറകിൽ വാഹനയാത്രക്കാർ ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. ടെമ്പോ റോഡിന് വിലങ്ങായി മറിഞ്ഞതിനാൽ പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതവും തടസ്സപ്പെട്ടു. വണ്ടിയിലുണ്ടായിരുന്ന ഗ്ലാസ് പൂർണ്ണമായി തകർന്നു. പല യാത്രക്കാരും കാൽനടയാത്രയാണ് കടന്നുപോയത്. എന്നാൽ നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് സൈഡിലൂടെ ബൈക്കുകളെ കടത്തിവിടാനായി. പട്ടാമ്പിയിലേക്കും മറ്റും പോകാനായി എളുപ്പമാർഗമായി തിരഞ്ഞെടുക്കുന്ന പാത കൂടിയാണിത്. ഇതിനു മുൻപും മണ്ണാരമ്പാറയിൽ ഗതാഗതക്കുരുക്കും വാഹനങ്ങൾ മറിയുന്നതും പതിവായിരുന്നു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന സുപ്രധാന റോഡ് കൂടിയായതിനാൽ കൂടുതൽ ഫണ്ട് വെച്ച് കാര്യക്ഷമമായ രീതിയിൽ പാത വീതി കൂട്ടി നിർമ്മിക്കാൻ നടപടി ഉണ്ടാകണമെന്ന് നഗരസഭാ അധികാരികളോട് കൗൺസിലർ സിനി മനോജ് ആവശ്യപ്പെട്ടു. അപ്പൊ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാതെ നമുക്കിത് ഒരിക്കലും ഇതിനൊരു അവസാനം ഉണ്ടാവില്ല. അപ്പോ എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്, ഈ ഷൊർണൂർ നഗരസഭയിലത്തെ സുപ്രധാനമായ ഒരു റോഡ് എന്നതുകൊണ്ടും മറ്റുള്ള എല്ലാ വാഹനങ്ങളും പട്ടാമ്പി റോഡ് ബ്ലോക്ക് ആകുമ്പോൾ ഇത് ആശ്രയിക്കുന്നുള്ളതുകൊണ്ടും മാത്രമല്ല, ഇനി വല്ലപ്പുഴ ഓവർ ബ്രിഡ്ജിന്റെ ഒരു പണി തുടങ്ങാൻ പോവാണ്. അപ്പോഴും നിരവധി വാഹനങ്ങൾ ഈ ഒരു റോഡിനെ തന്നെയാണ് ആശ്രയിക്കുക. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു റോഡാണ്. അടിയന്തര പ്രാധാന്യം നൽകി ഈ റോഡിന് ഫണ്ട് അനുവദിച്ച ഈ റോഡ് എല്ലാ വാഹനങ്ങൾക്കും സുരക്ഷിതമായി കടന്നു പോകാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണം എന്നുള്ളതാണ് എനിക്ക് ഷൊർണൂർ നഗരസഭ ഭരിക്കുന്നവരോട് പറയാനുള്ളത്. എത്രയും വേഗം ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ മണ്ണാരമ്പാറയിൽ വീണ്ടും ആവർത്തിക്കാൻ ഇടവരും. ഈ പരിഹാരത്തിന് അധികാരികൾ കണ്ണുതുറന്നേ പറ്റൂ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂരിൽ പോലീസ് ജീപ്പ് മറിഞ്ഞ് ഡിവൈഎസ്പിക്ക് പരിക്ക്. എറണാകുളം റേഞ്ച് ഡിവൈഎസ്പി ബൈജു പൗലോസിനാണ് പരിക്കേറ്റത്. അപകടത്തിൽ PSOയ്ക്കും പരിക്കേറ്റു. ഡിവൈഎസ്പിയുടെ കൈയിൻ്റെ എല്ല് പൊട്ടി. ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാതയിൽ മരത്താങ്കരയിൽ വെച്ചായിരുന്നു അപകടം. സഹകരണ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കരുതെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. CPM ഭരിക്കുന്ന പുതുപരിയാരം സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ട പണയ തട്ടിപ്പിന് ജീവനക്കാരിക്ക് ഒത്താശ ചെയ്ത ഭരണസമിതി പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ബാങ്കിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു A. തങ്കപ്പൻ. CPM ഭരണത്തിലുള്ള പുതുപരിയാരം സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് 1 കോടിയിൽ പരം രൂപ തട്ടിപ്പ് നടത്താൻ ബാങ്ക് ജീവനക്കാരിക്ക് ഒത്താശ ചെയ്ത ഭരണസമിതി പിരിച്ചുവിടുക, നഷ്ടപ്പെട്ട പണം മുഴുവൻ തിരിച്ചുപിടിച്ച് കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പുതുപരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ചും തുടർന്ന് ധർണയും നടത്തിയത്. സഹകരണ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കരുതെന്നും നിഷ്പക്ഷമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത DCC പ്രസിഡന്റ് A. തങ്കപ്പൻ ആവശ്യപ്പെട്ടു. നിങ്ങൾ അതിനൊന്നും വകവെക്കാതെ തന്നെ ഒരു പ്രതീകാത്മകമായ സമരമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഈ ബാങ്കിൽ നടന്നിട്ടുള്ള മുക്കുവണ്ട കൊള്ള, ഞാനും ഒരു സർവീസ് ബാങ്കിന്റെ പ്രസിഡന്റാണ്. എനിക്കറിയാതിന്റെ നിയമം എന്താണെന്ന് അറിയാം. ഈ മുക്കുവണ്ടം 1 കോടി തുക വരുന്ന മുക്കുവണ്ടം പണയം വെച്ച് തുക എടുക്കണമെങ്കിൽ ഈ ബാങ്കിന് നിയമമുണ്ട്. എല്ലാ വർഷവും വെച്ചിട്ടുള്ള ഗോൾഡിനെ പരിശോധിക്കണം. എന്നിട്ട് അത് എത്രയുണ്ട് എന്ന് അത് നിജപ്പെടുത്തണം. അത് നിജപ്പെടുത്തുന്നത് ബോർഡിലാണ് അധിഷ്ഠിതം. ബാങ്കിന്റെ പുതുപ്പരിയാരം റെയിൽവേ കോളനി ബ്രാഞ്ചുകളിൽ നിന്നായാണ് വലിയ തുക തട്ടിയെടുത്തിട്ടുള്ളത്. 2022 മുതൽ തുടങ്ങിയ തട്ടിപ്പ് ഒരു സ്റ്റാഫ് മാത്രം വിചാരിച്ചാൽ കഴിയുന്നതല്ലെന്നും ഭരണസമിതിയുടെയും മറ്റ് ജീവനക്കാരുടെയും പങ്കിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ക്രമക്കേട് നടന്നതറിഞ്ഞിട്ടും മാസങ്ങൾ കഴിഞ്ഞാണ് സെക്രട്ടറി പോലീസിൽ പരാതി നൽകാൻ തയ്യാറായത്. ബാങ്കിൽ മറ്റ് പല ഇടപാടുകളിലും അഴിമതി നടന്നിട്ടുണ്ടെന്നും ഇതു സംബന്ധിച്ചും അന്വേഷണം വേണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബഷീർ പൂച്ചിറ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PK വാസു, ഭാരവാഹികളായ MV രാധാകൃഷ്ണൻ, ബോബൻ മാട്ടുമന്ത, P കാജ ഹുസൈൻ, AC സിദ്ധാർത്ഥൻ, MN സ്വാമിനാഥൻ, ഷാജു ജോൺ, മുത്തപ്പ കുഞ്ഞുമരക്കാർ, PA മമ്മൂട്ടി, CC സതീഷ്, സുജാത സ്വാമിനാഥൻ, പഞ്ചായത്ത് മെമ്പർമാരായ അബു താഹിർ, രജിത രമേശ്, ഭാഗ്യലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഗുരുവായൂർ നഗരസഭയിൽ അനാച്ഛാദനം ചെയ്ത ഗാന്ധി പ്രതിമയ്ക്ക് മഹാത്മാഗാന്ധിയുമായി സാദൃശ്യമില്ലെന്ന് പരാതി. കണ്ടവർ പറയുന്നത് ഇത് ഞങ്ങളുടെ ബാപ്പുജി അല്ലെന്നാണ്. കണ്ണടയും ഊന്നുവടിയും ഒഴിച്ചാൽ ഗാന്ധിജിയുമായി ഒരു രൂപസാദൃശ്യവുമില്ലാത്ത പ്രതിമ കഴിഞ്ഞ ദിവസമാണ് നഗരസഭ ബയോ പാർക്കിൽ അനാച്ഛാദനം ചെയ്തത്.
ഗുരുവായൂർ നഗരസഭ ബയോപാർക്കിൽ ദിവസങ്ങളായി ഗാന്ധിജിയുടെ പ്രതിമ സ്ഥാപിക്കാനുള്ള ജോലികൾ പുരോഗമിക്കുകയായിരുന്നു. ഒടുവിൽ കഴിഞ്ഞ ദിവസം പ്രതിമ അനാച്ഛാദനം ചെയ്തു. നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവരും ഗാന്ധി പ്രതിമ കണ്ട് അന്തം വിട്ടു. ഇങ്ങനെ ഒരു ഗാന്ധിജിയെ അധികമാരും കണ്ടു കാണില്ല. പ്രതിമയിൽ കണ്ണടയും ഊന്നുവടിയും വെച്ചാൽ ഗാന്ധിജിയാകുമോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും കാണണം ഈ പ്രതിമ. ഈ പ്രതിമ ഇപ്പോൾ അവരുടെ ഒരു ന്യായീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കലാകാരന്റെ കലാസൃഷ്ടിയാണ് എന്നുള്ളതാണ്. ഒന്ന് ചോദിക്കട്ടെ, ഇവരുടെ അതായത് ഇപ്പോൾ ഇവിടെ ഭരിക്കുന്ന LDF സർക്കാരിന്റെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെയോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും മരണപ്പെട്ടുപോയ നേതാക്കളുടെയോ പ്രതിമ ഇത്തരത്തിൽ അവര് അനാച്ഛാദനം ചെയ്യാനോ അല്ലെങ്കിൽ നിർമ്മിക്കുവാനോ അവർ തയ്യാറാണോ? എന്തു തന്നെയായാലും ഒരു രാഷ്ട്രത്തെയും രാഷ്ട്രപിതാവിനെയും ഓരോ ഭാരതീയനെയും അപമാനിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഈ പ്രതിമ യാതൊരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാവുന്നതല്ല. ഗുരുവായൂർ നഗരസഭാ ചെയർമാനും ദിവ്യ എസ് അയ്യർ IASഉം ചേർന്നാണ് അനാച്ഛാദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ഗാന്ധിജിയെ അപമാനിച്ചെന്ന തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ വലിയ ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതേസമയം ഗാന്ധിജിയെ അപമാനിക്കാനുള്ള നീക്കമാണ് ഇതെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം നഗരസഭാ ചെയർമാൻ തള്ളി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഗുരുവായൂരിലെ ഗാന്ധി പ്രതിമാ വിവാദം. വിശദീകരണവുമായി ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ. നഗരസഭ ആഗ്രഹിച്ച രീതിയിലുള്ള പ്രതിമയല്ല നിർമ്മിച്ചതെന്നും ശില്പിയുടെ സമയപരിമിതിക്കിടെ ചെയ്തു തീർത്ത പ്രതിമയാണിതെന്നും പ്രതിമ കൂടുതൽ മനോഹരമാക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച സമയത്ത് ഞാൻ പോയി അത് കണ്ടിരുന്ന ആളാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയ മാതൃക അവിടെ അദ്ദേഹം തൃശ്ശൂരോ മറ്റോ പോയി വാങ്ങിയ ഒരു നല്ല മാതൃക എനിക്ക് കാണിച്ചു തരികയും ചെയ്തിരുന്നു. സ്വാഭാവികമായും അത് തന്നെയാവുമല്ലോ അവിടെ വരിക എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. 2 ദിവസം മുമ്പ്, ഉദ്ഘാടനത്തിൻ്റെ 2 ദിവസം മുമ്പ് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിൻ്റെ പണി നടക്കുകയാണ്, ഒരു അബ്സ്ട്രാക്റ്റായിട്ടേ ഇപ്പോൾ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം അത് പൂർണ്ണാർത്ഥത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നന്നായി ഉണങ്ങണം. ഈ സാധനം ഉണങ്ങിയാൽ മാത്രമേ പെയിൻ്റ് അതുമ്പോൾ നിൽക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ടെക്സ്ചർ പെയിൻ്റ് അടിച്ച് ഒരു മാതൃക, ഒരു അബ്സ്ട്രാക്റ്റ് മാതൃകയിലാണ് നിർമ്മിക്കുന്നത്. ഇപ്പോൾ അതേ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. സ്വാഭാവികമായും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ നമുക്ക് മാനിക്കാതിരിക്കാനാവില്ല. പിറ്റേ ദിവസം കാലത്ത് ഇത് കഴിഞ്ഞ് ഇത് കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചപ്പോഴാണ് നമ്മളാരും സാധാരണ കണ്ടുവരുന്ന ഗാന്ധിയുടെ രൂപമായിരുന്നില്ല. ഇതെന്താണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ ഇതൊരു അബ്സ്ട്രാക്റ്റ് ആണ്, പക്ഷേ ഇത് പൂർണ്ണതയിൽ നമുക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും. അതിനുവേണ്ടി നമുക്ക് കുറച്ച് സമയം എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് അനാച്ഛാദനം നടക്കുകയും അദ്ദേഹത്തിന് നഗരസഭയുടെ ഉപഹാരം അന്നത്തെ ഉദ്ഘാടകയായ ഡോക്ടർ ദിവ്യ എസ് അയ്യർ നൽകുകയും ചെയ്തു. സ്വാഭാവികമായും പിന്നീട് അതിനെ പ്രയോജനപ്പെടുത്തി വലിയ തോതിലുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കാനാണ് BJPയും കോൺഗ്രസും ശ്രമിച്ചത്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നഗരസഭ ആഗ്രഹിച്ച അല്ലെങ്കിൽ നഗരസഭ ചെയ്യണമെന്ന് പറഞ്ഞ രീതിയിലല്ല അവിടെ പ്രതിമ നിർമ്മാണം നടന്ന് ഒരു കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം വെച്ച് അദ്ദേഹത്തിൻ്റെ സമയപരിമിതിക്കുള്ളിൽ ചെയ്തു തീർത്തൊരു പ്രതിമയാണ്. തീർച്ചയായിട്ടും അത് പൂർണ്ണ അർത്ഥത്തിൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നു മുതൽ തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. ഹാജർ കുറവ് മൂലം കായിക താരത്തെ +2 പരീക്ഷ എഴുതാൻ അനുവദിക്കാത്തതിനെതിരെ ചിറ്റൂർ GHSൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. സ്കൂൾ പ്രിൻസിപ്പാളിനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സീനിയർ ബോയ്സ് 100 മീറ്ററിൽ സ്വർണം കരസ്ഥമാക്കിയ വേഗതാരം നിവേദ് കൃഷ്ണയെയാണ് അധികൃതർ ഹാജർ കുറവ് മൂലം പരീക്ഷ എഴുതാൻ അനുവദിക്കാതിരുന്നത്. നിവേദ് കൃഷ്ണയുടെ ഭാവി നശിപ്പിക്കുന്ന സ്കൂൾ അധികൃതരുടെ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഉപരോധം. പ്രശ്നം കഴിഞ്ഞില്ലേ? പ്രാരാബ്ദങ്ങൾക്കിടയിലും കഠിനാധ്വാനം കൊണ്ടാണ് നിവേദ് കൃഷ്ണ സ്കൂൾ കായികമേളയിൽ വേഗതാരമായത്.
മികച്ച പരിശീലനം ലഭിച്ചാൽ രാജ്യത്തിൻ്റെ കായിക ഭൂപടത്തിൽ ഇടം നേടാൻ കഴിയുന്ന നിവേദ് കൃഷ്ണയ്ക്ക് പിന്തുണയും പ്രോത്സാഹനവും നൽകേണ്ട സ്കൂൾ അധികൃതർ തന്നെയാണ് വിദ്യാർത്ഥിയെ അവഗണിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവിയെ തകർക്കുന്ന ഇത്തരം നടപടി ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ലെന്നും പരീക്ഷ എഴുതാൻ അവസരം നൽകിയില്ലെങ്കിൽ ശക്തമായ സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. തുടർന്ന് നടന്ന ചർച്ചയിൽ പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിലാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. യൂത്ത് കോൺഗ്രസ് ചിറ്റൂർ ബ്ലോക്ക് ഭാരവാഹികളായ സാജൻ, രാഹുൽ, അക്ഷയ്, നിശാന്ത് എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പുള്ളി അന്തിമഹാകാളൻ കാവിന് സമീപമുള്ള നവീകരിച്ച തോട്ടുപള്ളിയാലിൽ റോഡ് തുറന്നുകൊടുത്തു. നഗരസഭ 15-ാം വാർഡിൽ ഉൾപ്പെട്ട പാത 8 ലക്ഷം രൂപ ചെലവിൽ കട്ടവിരിച്ചാണ് നവീകരിച്ചത്. പാതയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് നിർവഹിച്ചു. ഷൊർണൂർ നഗരസഭയിലെ 15-ാം വാർഡിൽ ഉൾപ്പെട്ട നവീകരണം പൂർത്തിയാക്കിയ തോട്ടുപള്ളിയാലിൽ റോഡാണ് ഗതാഗതത്തിനായി തുറന്നു നൽകിയത്. ശോചനീയാവസ്ഥയെ തുടർന്ന് യാത്രാ സൗകര്യം തീരെ കുറവായിരുന്നു. 10ലധികം കുടുംബങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ റോഡ് കൂടിയാണിത്. നേരത്തെ പാത നവീകരിക്കാൻ പല സാങ്കേതിക തടസ്സങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് നഗരസഭാ ചെയർമാൻ്റെയും വാർഡ് കൗൺസിലറുടെയും ഇടപെടലിനെ തുടർന്ന് ഘട്ടം ഘട്ടമായി പ്രശ്നങ്ങൾ പരിഹരിച്ചാണ് പാത നവീകരിച്ചത്. 8 ലക്ഷം രൂപ ചിലവഴിച്ച് പാത കട്ടവിരിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. നവീകരിച്ച പാതയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് നിർവഹിച്ചു. ഷൊർണൂർ നഗരസഭയിലെ 15-ാം വാർഡിലെ തോട്ടപ്പള്ളിയൽ റോഡ് ഇന്ന് ഈ പ്രദേശത്തുകാർക്ക് തുറന്നു കൊടുക്കുകയാണ്. ഞാൻ നഗരസഭ ചെയർമാൻ ആയതിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ എൻ്റെ പാർട്ടി ബ്രാഞ്ചിലെ അംഗവും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ശിവനും ആദ്യം തന്നെ എന്നെ വിളിച്ചിരുന്നു. കുറച്ച് കാലങ്ങളായിട്ടുള്ള പ്രയാസം അവർ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് രാജി ഇടയ്ക്കിടയ്ക്ക് ഓഫീസിൽ വരും, കാണും. ഒരു ദിവസം ഞാൻ ഇവിടെ ഒരു കുടുംബയോഗത്തിന് വന്നപ്പോൾ ഇവിടെയുള്ള ആളുകൾ ആ കുടുംബയോഗത്തിൽ വളരെ പ്രയാസം ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് പറഞ്ഞിരുന്നു. അന്ന് മുതൽ നമ്മൾ ഈ റോഡിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നോക്കി. പിന്നെ ഘട്ടം ഘട്ടമായി പിന്നീട് നമ്മുടെ വാർഡ് കൗൺസിലർ ബഷീറുമായൊക്കെ ബന്ധപ്പെട്ട് സംസാരിച്ച് ആണ് നമുക്ക് ഈ റോഡ് യാഥാർത്ഥ്യമാക്കാൻ പറ്റിയത്. 8 ലക്ഷം രൂപയുടെ പ്രവൃത്തിയാണ്, അടങ്കലുള്ള പ്രവൃത്തിയാണ് ഇന്ന് മനോഹരമാക്കിയിട്ട് ഗതാഗത യോഗ്യമാക്കി. വളരെ കാലങ്ങളായിട്ടുള്ള ഈ പ്രദേശത്തെ വളരെ കുറച്ച് വീടാണെങ്കിലും അവർക്ക് യാത്രാ സൗകര്യം തീരെ ഇല്ലാത്തൊരു കാലത്ത് ഒരവസ്ഥ ഉണ്ടായിരുന്നു. ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ പി സിന്ധു അധ്യക്ഷയായിരുന്നു. മുൻ ചെയർപേഴ്സൺ ജയലക്ഷ്മി, ഫിറോസ് ബാബു, കോട്ടയിൽ മണി തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രദേശ നിവാസികൾ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകുന്ന കാര്യം ആരെയും അറിയിച്ചിട്ടില്ലെന്ന് തൃശൂർ മേയർ എം കെ വർഗീസ്. BJP MLA സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നു എന്ന് പറയുന്നത് തൻ്റെ യോഗ്യതയ്ക്കുള്ള അംഗീകാരമാണ്. ഇതുവരെ ക്ഷണം ലഭിച്ചിട്ടില്ല. ഇക്കാര്യം മൂടിവെക്കേണ്ട ആവശ്യമില്ലെന്നും കോർപ്പറേഷൻ ഭരണകാലാവധി കഴിഞ്ഞാൽ 3 മാസം വിശ്രമമെടുക്കുമെന്നും എം കെ വർഗീസ് പറഞ്ഞു. മേയർ നമസ്കാരം. ഞാൻ വിളിച്ച കാര്യം എന്ന് വെച്ചാലേ, മേയർ BJP-യിലേക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ വ്യാപകമായിട്ടുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതുവരെ എവിടെയും പോവാന്നും പറഞ്ഞിട്ടില്ല, ആരും എന്നോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സംഭവത്തിൽ ചിന്തിച്ചിട്ട് പോലും പോരെ. സുരേഷ് ഗോപി അങ്ങനെ സൂചന നൽകി MLA സ്ഥാനാർത്ഥിയായി BJP പരിഗണിക്കും എന്നുള്ളതാണ്. അതിപ്പോ അല്ല, അതിപ്പോ ആർക്ക് വേണമെങ്കിലും എന്നെ പറയാം. അപ്പൊ അതിന് ഞാൻ യോഗ്യനാണെന്ന് തീരുമാനമാക്കിയില്ലേ. അതെ, അങ്ങനെ ക്ഷണം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? എന്നെ ആരും ഒന്നും പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറയും. അങ്ങനത്തെ ആളാ. എനിക്കിപ്പോ ഇത് വെച്ച് മൂടി വെക്കുന്ന ആവശ്യമില്ല. ഞാൻ എന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ 3 മാസം റെസ്റ്റ് എടുക്കും. പിന്നെ ഞാൻ നോക്കും. എല്ലാവരും ആർക്കെങ്കിലും നമുക്ക് വേണോ എന്നുള്ളത് ഞാൻ നോക്കും. ആർക്കെങ്കിലും താല്പര്യമുണ്ടോന്ന്. ഇത് കഴിഞ്ഞാൽ 3 മാസം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത 3-ാമത്തെ 4-ാമത്തെ മാസം തെരഞ്ഞെടുപ്പ്. അതുകൊണ്ടാണ് ചോദിച്ചേ. അതെ, ഞാൻ ചോദിക്കുന്നത് 3 മാസം റെസ്റ്റ്, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആലോചിക്കാം. എന്നെ ആർക്കെങ്കിലും ആവശ്യമുണ്ടോ, എന്റെ വീട്ടുകാർക്ക് വേണോ, നാട്ടുകാർക്ക് വേണോ, അതിന് അയൽക്കാർക്ക് ആർക്കാ വേണ്ടെന്നുള്ളത് അപ്പൊ തീരുമാനിക്കാം. അവര് പറയട്ടെ. അപ്പൊ എന്തായാലും വട്ടമിട്ട ആളുണ്ട് ചുറ്റുപാടും. ആയിക്കോട്ടെ.
താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ. വികസന മുരടിപ്പിനും സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കുമെതിരെ കോങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമരക്ഷായാത്ര സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് TU മുരളീകൃഷ്ണനായിരുന്നു ജാഥ ക്യാപ്റ്റൻ. മുതിർന്ന കോൺഗ്രസ് നേതാവ് P. ജയപാലൻ മാസ്റ്റർ പതാക കൈമാറി. പദയാത്ര ആദ്യ ദിവസം കുനിക്കോട്, പെരിങ്ങോട്, കിളയരുകിൽ, തൃപ്പലമുണ്ട, കനാൽപ്പാലം, കമ്മാളശ്ശേരി, പുളിയൻകാട്, മേലേക്കളം എന്നിവിടങ്ങളിലും, രണ്ടാം ദിവസം ചാത്തംകുളം, പച്ചാനി, ലക്ഷംവീട്, കവളയങ്ങൽ, ചെമ്പക്കര, പൂതക്കോട്, നെല്ലിക്കുന്ന്, മുച്ചീരി, കൂട്ടാലംകുന്ന്, വെള്ളയംതോട് എന്നിങ്ങനെ 20 കേന്ദ്രങ്ങളിലും പര്യടനം നടത്തി. TV രാമദാസ്, UJ ഹരിഗോവിന്ദൻ, M. സുധീർകുമാർ, PA കൃഷ്ണൻകുട്ടി, CO സദാനന്ദൻ, KS സുന്ദരേശൻ, TC സന്തോഷ്, KR മനുപ്രസാദ്, KA ബാലകൃഷ്ണൻ, KR ചാത്തു, ശോഭ വാസുദേവൻ, TA സഹദേവൻ, CA കൃഷ്ണകുമാർ, PS സായി പ്രശാന്ത്, KK ഷഫീഖ്, CB ഹംസ, CY നസീർ, KN താജ്റാണി, ദേവ ജാനകി എന്നിവർ സംസാരിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാരാണ് പെൻഷൻ കൊടുക്കാൻ പോണത്. കൊടുക്കുന്ന സ്ഥിതി നിങ്ങൾ കണ്ടില്ലേ? ആകെ കാച്ചി ഇരിക്കിയ ഒരു കാപ്പവരോ 2 ഗ്രാമോ ഉള്ള ചരട് അതാകെ പൊട്ടിച്ചു കൊണ്ടുപോവാണ് അല്ലേ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാരെ എവിടേക്ക് കാസർഗോഡും പാലക്കാട് ജില്ലയിൽ വരെ വയോധികരായ സ്ത്രീകളുടെ കഴുത്തിൽ നിന്ന് സ്വർണ്ണമാല പൊട്ടിച്ചോടുന്ന ഇപ്പൊ ബോർഡ് വെക്കേണ്ട അവസ്ഥ വന്നിരിക്കുക അല്ലെ? ഡിവൈഫൈക്കാര് പെൻഷൻ കൊണ്ടുവരുന്നുണ്ട്, ഉള്ളത് അയച്ചു വെച്ചിട്ട് അകത്ത് വന്നാൽ മതി. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. വാണിയംകുളം ഫസ്റ്റ് സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നാടിന് സമർപ്പിച്ചു. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി K. രാജൻ ഓൺലൈനിൽ നിർവഹിച്ചു. ചടങ്ങിൽ P. മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. 2 വില്ലേജുകൾ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ രണ്ടാമത്തെ വില്ലേജ്, സെക്കൻഡ് വില്ലേജാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ വർഷം മഞ്ചേരി ഭാഗത്ത് അതിൻ്റെ പുതിയ സ്മാർട്ട് വില്ലേജ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് നമ്മുടെ ഷൊർണൂർ മണ്ഡലത്തിൽ വിവിധ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജാക്കി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് സമയമായി. സബ് കളക്ടർ അഞ്ജിത് സിംഗ്, വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NP കോമളം, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ C. സൂരജ്, P. ഹരിദാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P. കനകരാജൻ, പഞ്ചായത്ത് അംഗം V. സിന്ധു, വാണിയംകുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K. ഭാസ്കരൻ, P. വിജയകുമാർ, T. സുനിൽ, തോമസ് ജേക്കബ്, ജിതിൻ പ്രസാദ്, ഡെപ്യൂട്ടി കളക്ടർ സക്കീർ ഹുസൈൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ മുണ്ടായയിൽ ശക്തമായ കാറ്റിൽ തെങ്ങ് വീണ് ഓടിട്ട വീട് തകർന്നു. മുണ്ടായ LP സ്കൂളിന് സമീപം പള്ളത്ത് സുബ്രഹ്മണ്യന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. ആളപായമില്ല. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു, കൗൺസിലർ ജിഷ എന്നിവർ വീട് സന്ദർശിച്ചു. പരുത്തിപ്പറ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സ്കന്ദഷഷ്ഠി മഹോത്സവം ആഘോഷപൂർവ്വം കൊണ്ടാടി. വിശേഷാൽ പൂജകൾ, ഘോഷയാത്ര, പ്രസാദകൂട്ട് എന്നിവ ഉണ്ടായിരുന്നു. നിരവധി പേർ പങ്കെടുത്തു. പരുത്തിപ്പുറ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സ്കന്ദഷഷ്ഠി മഹോത്സവം ഈ വർഷവും വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷപൂർവ്വം കൊണ്ടാടി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷ പൂജകൾ ഉണ്ടായിരുന്നു. ബാബുരാജ പൂശാലി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം നൽകി. ഉച്ചയ്ക്ക് ക്ഷേത്രാങ്കണത്തിൽ തായമ്പക അരങ്ങേറി. ഭക്തർക്ക് പ്രസാദഊട്ടും ഒരുക്കിയിരുന്നു. ക്ഷേത്ര ദർശനത്തിനും പ്രസാദഊട്ടിലുമായി നിരവധി ഭക്തർ പങ്കെടുത്തു.
മഹോത്സവത്തിൻ്റെ ഭാഗമായി ഘോഷയാത്രയും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ നെടുങ്ങോട്ടൂർ ശ്രീ സ്കന്ദവിഷ്ണു ക്ഷേത്രത്തിൽ സ്കന്ദഷഷ്ഠി മഹോത്സവം ആഘോഷിച്ചു. വിശേഷാൽ പൂജകളും പ്രസാദകൂട്ടും ഉണ്ടായിരുന്നു. നെടുങ്ങോട്ടൂർ ശ്രീ സ്കന്ദവിഷ്ണു ക്ഷേത്രത്തിൽ സ്കന്ദഷഷ്ഠി മഹോത്സവം ഈ വർഷവും ആഘോഷപൂർവ്വം കൊണ്ടാടി. രാവിലെ വിശേഷാൽ പൂജകളോടുകൂടിയായിരുന്നു തുടക്കം. തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുമാടം പ്രവീൺ നമ്പൂതിരിപ്പാടിൻ്റെയും തന്ത്രി ബ്രഹ്മശ്രീ തീയന്നൂർ ശ്രീധരൻ നമ്പൂതിരിപ്പാടിൻ്റെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നത്. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 2 വരെ പ്രസാദകൂട്ടും ഉണ്ടായിരുന്നു. ക്ഷേത്ര ദർശനത്തിനും പ്രസാദകൂട്ടിലുമായി നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. കനത്ത മഴയെ തുടർന്ന് മുള്ളൂർക്കര ഇരുനിലംകോട് മഹാദേവ ക്ഷേത്രത്തിലെ സ്കന്ദഷഷ്ഠി മഹോത്സവം മാറ്റിവെച്ചു. മഹോത്സവം ഈ വരുന്ന നവംബർ 3-ാം തീയതി ഞായറാഴ്ച നടത്തുവാനും തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോട്ടായി പഞ്ചായത്തിലെ അയ്യംകുളം വലിയ പറമ്പിൽ ജനകീയ കൺവെൻഷൻ നടത്തി. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് KC നാസർ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും നമ്മളൊരു പ്രകടന പത്രിക പുറത്തിറക്കി കുറേ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടല്ല നമ്മൾ മത്സരത്തിൽ നേരിടുന്നത്. കഴിഞ്ഞ 5 വർഷം ഉണ്ടായിരുന്ന ജനപ്രതിനിധി എന്ത് ചെയ്തു, ഈ വാർഡിലെ ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറ്റിയോ അല്ലെങ്കിൽ അതിലും ഉപരിയായി ചെയ്തോ എന്നുള്ളത് കൃത്യമായ രേഖാമൂലം ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മത്സരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഇപ്പം ഈ കൂടിയിരിക്കൽ വളരെ സന്തോഷം നൽകുന്ന ഒരു കൂടിയിരിക്കലായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാ മതക്കാരും ജാതികളും വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട പ്രായങ്ങളും എല്ലാ മനുഷ്യരും ഒന്നിച്ചു ചേർന്ന് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ എത്ര സന്തോഷമാണ് നമ്മുടെ നാടിനും നമുക്കൊക്കെ നൽകുന്നത് എന്ന്. കോട്ടായി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് B ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി മോഹൻദാസ് പറളി, ജില്ലാ സെക്രട്ടറിമാരായ ഷരീഫ് പള്ളത്ത്, ബാബു തരൂർ, VV സുലൈമാൻ, NP ഷാഹുൽ ഹമീദ്, ഷബീർ വലിയ പറമ്പിൽ എന്നിവർ സംസാരിച്ചു. PV ജലീൽ സ്വാഗതവും AP അഷറഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഒറ്റപ്പാലത്തെ സംസ്ഥാനത്തെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണോദ്ഘാടനം ചൊവ്വാഴ്ച നടക്കും. കണ്ണിയമ്പുറം പാലത്തിന് സമീപത്തെ സർക്കാർ ബധിര വിദ്യാലയ മൈതാനത്താണ് സ്റ്റേഡിയം നിർമ്മാണം ആരംഭിക്കുന്നതെന്ന് K പ്രേംകുമാർ MLA പറഞ്ഞു. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് മന്ത്രി V അബ്ദുറഹ്മാൻ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുമെന്ന് K പ്രേംകുമാർ MLA ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പൊതു കളിയിടമെന്ന നഗരത്തിൻ്റെ സ്വപ്നം കൂടിയാണ് നടപ്പാകുന്നത്. ബാസ്ക്കറ്റ്ബോൾ, ഷട്ടിൽ ഉൾപ്പെടെയുള്ള കോർട്ടുകളോടുകൂടിയ സ്റ്റേഡിയമാണ് വിഭാവനം ചെയ്യുന്നത്. കായിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ 10 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. ഭിന്നശേഷി സൗഹൃദ സംവിധാനങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ് പദ്ധതി. ഇൻഡോർ സ്റ്റേഡിയം പദ്ധതിയുടെ പ്രഖ്യാപനം കഴിഞ്ഞ് 8 വർഷം പിന്നിടുമ്പോഴാണ് പദ്ധതി നിർവഹണ ഘട്ടത്തിലേക്ക് നീങ്ങുന്നത്. ആദ്യം കണ്ണിയമ്പുറത്തെ കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ ഭൂമിയാണ് പരിഗണിച്ചിരുന്നത്. ഇരു വകുപ്പുകൾക്കുമിടയിലെ ഭൂമി കൈമാറ്റം സംബന്ധിച്ച സാങ്കേതിക കുരുക്ക് പദ്ധതി അനിശ്ചിതത്വത്തിലാക്കി. പിന്നീടാണ് ബധിരവിദ്യാലയത്തിലെ മൈതാനം തെരഞ്ഞെടുത്തത്. ഇതോടെ പദ്ധതി പരിഷ്കരിച്ച് ഭിന്നശേഷി സൗഹൃദവുമാക്കി മാറ്റി. നിലവിൽ ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ കായിക വിനോദങ്ങൾക്ക് പൊതു കളിയിടമില്ലാത്ത പ്രശ്നം കൂടിയാണ് പരിഹരിക്കപ്പെടുന്നതെന്ന് MLA പറഞ്ഞു. ഏതൊക്കെ പ്രവൃത്തികളാണ് ഇതിൽ വരുന്നത് എന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ഈ പ്രധാനമായും ഇതിൻ്റെ ഗ്രൗണ്ട് ഡെവലപ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇൻഡോർ സ്റ്റേഡിയം, റീറ്റെയിനിങ് വാള്, കോമ്പൗണ്ട് വാള്, അവിടെ ഒരു കുളമുണ്ട്, അതിന് ചുറ്റും സംരക്ഷണ ഭിത്തി, സെക്യൂരിറ്റി ക്യാബിൻ, ബോർവെല്ല്, ഓവർ ഹെഡ് ടാങ്ക്, അതുപോലെ തന്നെ പമ്പ് റൂം, സോളാർ സിസ്റ്റം, ഫ്ലഡ് ലൈറ്റ്, ഡ്രെയിൻ, അനുബന്ധ ഇലക്ട്രിക്കൽ പ്രവൃത്തികൾ എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി, സർക്കാർ ബധിരവിദ്യാലയം പ്രധാന അധ്യാപിക ML മിനികുമാരി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വിജിലൻസ് ബോധവൽക്കരണ വാരാചരണത്തോടനുബന്ധിച്ച് തൃശൂരിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. നവംബർ 2 വരെ വിവിധ വിജിലൻസ് ബോധവൽക്കരണ പരിപാടികൾ ജില്ലയിൽ നടത്തും. തൃശൂർ വിജിലൻസിൻ്റെ നേതൃത്വത്തിൽ തെക്കേ ഗോപുരനടയിൽ നിന്ന് ആരംഭിച്ച വാക്കത്തോൺ സ്വരാജ് റൗണ്ട് ചുറ്റി സമാപിച്ചു. തൃശൂർ വിജിലൻസിലെ ഉദ്യോഗസ്ഥരും സിറ്റി, റൂറൽ പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ്, ഫോറസ്റ്റ്, സ്റ്റുഡൻറ് പോലീസ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്, NCC, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വിജിലൻസ് DYSP ജിം പോൾ അഴിമതി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു.
നവംബർ 2 വരെ വിവിധ വിജിലൻസ് ബോധവൽക്കരണ പരിപാടികൾ തൃശൂർ ജില്ലയിൽ സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ കണയം വെസ്റ്റ് 1-ാം വാർഡിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. BJP 1-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ നേത്രപരിശോധനാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തന്നെയാണ് ചെയ്യാറ്. പലപ്പോഴും നമുക്ക് പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്താണ് ഇങ്ങനെയൊക്കെ മറ്റും പല ആളുകളും ചെയ്തുകൊണ്ട് നമുക്കും കുറച്ചൊക്കെ രാഷ്ട്രീയം കേട്ടിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ അതിന് വ്യത്യസ്തമായി ഇപ്പം ഇവിടെ വരുന്ന ആളുകൾ നമ്മളിവിടെ വരുന്ന ആളുകൾ ഇപ്പൊ അടുത്ത ഇലക്ഷൻ നമ്മൾ ആരും തോട്ടും ചോദിക്കുന്നില്ല. വോട്ട് പിന്നീട് ചോദിക്കുമായിരിക്കാം. പക്ഷെ ഇവിടെ ഓപ്പറേഷൻ ചെയ്യാൻ ഏർപ്പാട് ചെയ്ത് തരാം, ഞങ്ങളെ കുട്ടികളുണ്ടോ നമ്മൾ പറയില്ല. അലനല്ലൂർ CHC ഹെൽത്ത് സൂപ്പർവൈസർ സുനിൽകുമാർ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. 30-ലേറെ പേർക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയയ്ക്ക് സൗകര്യമൊരുക്കും. BJP സംസ്ഥാന സമിതി അംഗം പരമേശ്വരൻ മാസ്റ്റർ, ജില്ലാ IT സോഷ്യൽ മീഡിയ കൺവീനർ രാജേഷ് വെള്ളോത്ത്, വാർഡ് കൺവീനർ ജയേഷ്, KN മണികണ്ഠൻ, K. ജയേഷ്, സുബ്രഹ്മണ്യൻ, ജയരാജ്, ഉണ്ണികൃഷ്ണൻ, സന്തോഷ്, ജയകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള മാർക്കറ്റ് ഫെഡും പാലക്കാട് ഫാർമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കർഷകർക്കായി മങ്കരയിൽ കാർഷിക ശില്പശാല നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം സഫ്ദർ ഷരീഫ് ഉദ്ഘാടനം ചെയ്തു. യന്ത്രസാമഗ്രികൾ അല്ലേ, കാർഷിക മേഖലയിൽ നിരവധി വിത്ത് മുതൽ കൊയ്ത്ത് വരെ മാത്രമല്ല കൊയ്ത്തിന് ശേഷമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള യന്ത്രസാമഗ്രികൾ ഇന്ന് ലഭ്യമാണ് അല്ലേ. വിത്ത് വിതക്കാൻ വിതയന്ത്രം, കൊയ്ത്ത് നടത്താൻ എന്താ വിത്ത് വിതക്കാൻ വിത്തിയന്ത്രം അല്ലെ, വിതയന്ത്രം ഉണ്ട്, കൊയ്ത്ത് നടത്താൻ കൊയ്ത്ത് യന്ത്രമുണ്ട്. അതോടൊപ്പം തന്നെ പല ട്രാക്ടർ, ടില്ലർ, സ്ഥലമൊരുക്കാൻ വേണ്ടി ഇങ്ങനെ നിരവധി ഉപകരണങ്ങൾ കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമാണ്, യന്ത്രസാമഗ്രികൾ മാത്രമായിരിക്കും നേട്ടം. FPO പ്രസിഡന്റ് ER ശശി അധ്യക്ഷത വഹിച്ചു. വളപ്രയോഗത്തിന്റെ രീതിശാസ്ത്രം എന്ന വിഷയത്തിൽ വയനാട് കാർഷിക ഗവേഷണ കേന്ദ്രം ഡോക്ടർ MKP മാവിലായി ക്ലാസ് നയിച്ചു. ഭക്ഷ്യ സംരംഭകത്വ സാധ്യതകളും പദ്ധതി രൂപീകരണവും എന്ന വിഷയത്തിൽ ഡോക്ടർ KP സുധീറും ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AM മല്ലിക, PP സദാശിവൻ, മാർക്കറ്റ് ഫെഡ് സ്റ്റേറ്റ് കോർഡിനേറ്റർ VG കണ്ണൻ എന്നിവർ സംസാരിച്ചു. CB ഉദയപ്രകാശ് സ്വാഗതവും KV നിമിഷ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ നഗരിപ്പുറം NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് K. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. PK വിജയലക്ഷ്മി റിപ്പോർട്ട് അവതരിപ്പിച്ചു. താലൂക്ക് യൂണിയൻ പ്രതിനിധി കരുണാകരൻ ഉണ്ണി, K. മനോജ് കുമാർ, സന്തോഷ് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് VK സത്യകുമാർ, സെക്രട്ടറി PK വിജയലക്ഷ്മി, ട്രഷറർ രാജേഷ് എന്നിവരെ തെരഞ്ഞെടുത്തു. വളരെ സുസംഘടിതമായ പ്രവർത്തനത്തിലൂടെ പാലക്കാട് താലൂക്കിലൂടെ മുന്നോട്ട് പോകുന്ന കാലഘട്ടം 2023 നടന്ന മഹാസമ്മേളനത്തിൽ നിങ്ങൾ പലരും പങ്കെടുത്തിട്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇന്ന് പങ്കെടുത്ത ആദരണീയ ജനറൽ സെക്രട്ടറി ഇന്നും ഞങ്ങൾ കാണുമ്പോൾ പറയാറുണ്ട്. അതിന് മുമ്പ് അതിനുശേഷമോ ഇതുപോലെയൊരു മഹാസമ്മേളനം ഒരു താലൂക്കിലൂടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം 10,000-ലധികം സമുദായങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ അക്ഷരങ്ങളോടുകൂടി നടത്തിയൊരു മഹാസമ്മേളനവും യുവപ്രധാനായ ഭാരതകേസരി മന്നത്താജിയുടെ വെങ്കല പ്രതിമ സ്ഥാപിച്ചുകൊണ്ടുള്ള ദേവാലയ സങ്കല്പത്തിലേക്ക് ഞാൻ സംസാരിക്കുന്നത്. ഷൊർണൂർ തനിമ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വയലാർ രാമവർമ്മ അനുസ്മരണം നടത്തി. തനിമ വൈസ് പ്രസിഡന്റ് MV മധുമാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വയലാർ രാമവർമ്മയുടെ 50-ാം ചരമദിനത്തോടനുബന്ധിച്ചാണ് ഷൊർണൂർ തനിമ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MC ശങ്കരൻ സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് MV മധുമാസ്റ്റർ വയലാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വയലാറിൻ്റെ ഗാനങ്ങൾ കോർത്തിണക്കി ഗാനസ്മൃതിയും ഒരുക്കിയിരുന്നു. രത്നകുമാരി, സുധാകരൻ മാസ്റ്റർ, രമീള ദേവി, റംല ഇക്ബാൽ, C. മോഹൻദാസ്, KG സുനീഷ്, V. സുധീർ കുമാർ, സ്വര ശ്രീകുമാർ, സുനേഷ്, വിജയകുമാർ, മീന,
ശശിധരൻ പുന്നശ്ശേരി, സാത്വിക സുനീഷ്, ഷെരീഫ് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. വാസുദേവൻ മുതുകുറിശിയുടെ ഇടയ്ക്കവാദനത്തോടെ ആരംഭിച്ച ഗാനസ്മൃതി വി സുധീർ കുമാർ നയിച്ചു. തനിമ ജോയിന്റ് സെക്രട്ടറി ടി.കെ. നിഷ നന്ദി പറഞ്ഞു. യേശുദാസിനെ പോലെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ടുകാരനാണ് ജയചന്ദ്രൻ. അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. 1966 ഇറങ്ങിയ കളിത്തോഴൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി പി ഭാസ്കറിന്റെ രചന, ദേവരാജ മാരുടെ സംഗീതം, ജയചന്ദ്രനാണ് പാടിയിരിക്കുന്നത്. മഞ്ഞരിയിൽ മുങ്ങി തോർത്തി മധുമാസം കനകിലമായി. നമുക്ക് വേണ്ടി പാടുന്നത് സിതാരമാഷാണ്. ഈ ദേവരാജ മാഷും ഏകദേശം സ്വാമിയുടെ പോലെ തന്നെയാണ്, വളരെ രാജാബേസിലായിട്ട് തന്നെയാണ് ചെയ്യുക. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കര കല്ലൂരിൽ ബാലട്ടൻ സ്മൃതി ദിന സ്വാഗത സംഘം രൂപീകരിച്ചു. യോഗത്തിൽ 3 മാസം നീണ്ടുനിൽക്കുന്ന വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തു. യോഗം മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം. ഗോകുൽദാസ്. ഫെബ്രുവരി 10 കല്ലൂരിൽ വെച്ച് കല്ലൂർ ബാലട്ടൻ സ്മൃതി ദിനം എന്ന പേരിൽ പരിപാടികൾ നടത്തുന്നതിന് യോഗം തീരുമാനിച്ചു. കല്ലൂർ ബാലന്റെ പ്രതിമ അനാച്ഛാദനം, പരിസ്ഥിതി സെമിനാറുകൾ, പൊതുസമ്മേളനം, പരിസ്ഥിതി എക്സിബിഷൻ, വിദ്യാർത്ഥികൾക്കായുള്ള പരിപാടികൾ തുടങ്ങി 3 മാസം നീണ്ടുനിൽക്കുന്ന വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തു. മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം. ഗോകുൽദാസ് സ്വാഗത സംഘം യോഗം ഉദ്ഘാടനം ചെയ്തു. ആ മാറ്റി വെക്കപ്പെട്ട പൈസ കൃഷി ഓഫീസറാണ് അതിൻ്റെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് സ്ഥല ലഭ്യത ഇല്ലായ്മയാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ അവിടെ വെള്ള റോഡിൽ നിലവിലെ സാഹചര്യത്തിൽ ഒരു സ്ഥലവും ഇല്ല. ഇറിഗേഷൻ്റെ അപേക്ഷയോട് ചേർന്നിട്ടുള്ള കിഷോർ സ്വാമി മങ്കര സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡംഗം എം. വി. രമേശ് അധ്യക്ഷനായി. രതീഷ് ബാലൻ, തങ്കപ്പൻ മാസ്റ്റർ, രതീഷ് കല്ലൂർ, സന്തോഷ് മലമ്പുഴ, ജബ്ബാർ മങ്കര, അബ്ദുൾ റഹ്മാൻ, ഷാഫി പുള്ളോട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള പ്രവാസി സംഘം പാലക്കാട് ജില്ലാ സമ്മേളനം 28-ന് ഒറ്റപ്പാലം പിഷാരഡീസ് ഓഡിറ്റോറിയത്തിലെ EV സൈദാലി നഗറിൽ നടക്കും. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗഫൂർ പി. ലിലീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ 450 യൂണിറ്റ് സമ്മേളനങ്ങളും 15 ഏരിയ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചാണ് പ്രവാസി സംഘം ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗഫൂർ പി. ലിലീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 15 ഏരിയ കമ്മിറ്റികളിൽ നിന്ന് തെരഞ്ഞെടുത്ത 400 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. 40 വനിതാ പ്രതിനിധികളുണ്ട്. സംസ്ഥാന സെക്രട്ടറി പി. സൈദാലിക്കുട്ടി, VK ഉമ്മർ, നബീസ ഉമ്മർ, സജീവ് തെക്കാട്, ശ്രീകൃഷ്ണപിള്ള, MU അഷ്റഫ് തുടങ്ങിയവർ സമ്മേളനത്തിനെത്തും. രാവിലെ 9 മണി മുതൽ 4 വരെയാണ് സമ്മേളനം. നോർക്ക നടപ്പാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ നടപ്പാക്കാൻ സർക്കാർ ശ്രമം നടത്തണമെന്നും കേരള സംസ്ഥാനം നടപ്പാക്കുന്ന ക്ഷേമ പെൻഷൻ പദ്ധതികളിൽ കേന്ദ്രവിഹിതം ഉൾപ്പെടുത്തണമെന്നതുമുൾപ്പെടെ വിവിധ പ്രമേയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. കേരള പ്രവാസി സംഘം കേരളത്തിലെ പ്രവാസികളുടെ ഏറ്റവും ശക്തമായിട്ടൊരു സംഘടനയാണ്. ആ സംഘടനയുടെ 7ാമത് സംസ്ഥാന സമ്മേളനമാണ് 2026 ജാനുവരി മാസം നടക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ മുന്നോടിയായി നടത്തേണ്ടതായിട്ടുള്ള
യൂണിറ്റ് സമ്മേളനങ്ങൾ തൊട്ട് പഞ്ചായത്ത് വില്ലേജ് സമ്മേളനങ്ങൾ, ഏരിയ സമ്മേളനങ്ങൾ എല്ലാം പൂർത്തിയാക്കി പാലക്കാട് ജില്ലാ കമ്മിറ്റി ജില്ലാ സമ്മേളനത്തിലേക്ക് കിടക്കുകയാണ്. നാളെ ഒക്ടോബർ മാസം 28-നാണ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ജില്ലാ സമ്മേളനം നടക്കാൻ വേണ്ടി പോകുന്നത്. ആ ജില്ലാ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ശ്രീ പി ജിജി സാർ. വാർത്താ സമ്മേളനത്തിൽ കേരള പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി MA നാസർ, ജോയിന്റ് സെക്രട്ടറി T പത്മനാഭൻ, സ്വാഗത സംഘം കൺവീനർ C മുകുന്ദൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാറ്റുലി. PM ശ്രീ വിഷയത്തിൽ CPM ദേശീയ നേതൃത്വം കാഴ്ചക്കാരുടെ റോളിലാണെന്ന ആക്ഷേപം വ്യാപകമാണ്. നിങ്ങൾ എന്തു കരുതുന്നു? മാറ്റുലിയിലേക്ക്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് ദേശീയ സെക്രട്ടറി MA ബേബിനെ നോക്കുകുത്തിയാക്കിയിട്ട് തന്നെയാണ് എന്നുള്ള വസ്തുത കേരളം തിരിച്ചറിയുകയാണ്. ഒപ്പം തന്നെ സംഘപരിവാറിന് കുടപിടിക്കുന്ന സാഹചര്യമാണ് നിലവിൽ പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രിയും ചെയ്യുന്നത് എന്നുള്ളതും വ്യക്തമാണ്. ഇതിനെതിരെ ശക്തമായ ജനവികാരമാണ് ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നും പൊതുസമൂഹങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ നയം കാലങ്ങളായി, വർഷങ്ങളായിട്ട് 1967 മുതൽ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ നയ സമ്പ്രദായമാണ്. പക്ഷേ അതിൽ കാലോചിതമായ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. പക്ഷേ ഇപ്പം PMG എന്നൊരു പദ്ധതി വന്നതുകൊണ്ട് നിലവിലുള്ള വിദ്യാഭ്യാസ നയത്തിന് യാതൊരുവിധ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. പക്ഷേ കേന്ദ്ര ഫണ്ട് ആയി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിക്കേണ്ട ഫണ്ടുകൾ ലഭിച്ചാൽ ഈ മേഖലയെ പൂർണ്ണമായും വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് യാതൊരുവിധ ദോഷവും ഇതുകൊണ്ട് സംഭവിക്കില്ല. അതിനെപ്പറ്റി കൃത്യമായി പഠിക്കാത്തത് കൊണ്ടും അതിനെപ്പറ്റി കൃത്യമായി ആലോചിക്കാത്തത് കൊണ്ടുമാണ് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് യാതൊരുവിധ കഴമ്പുമില്ല. PMG എന്നുള്ള പദ്ധതി കൊണ്ട് നമുക്ക് കിട്ടേണ്ട കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാർ വർഷങ്ങളായിട്ട് തരാതിരിക്കുകയാണ്. അത് കിട്ടിയെങ്കിൽ മാത്രമേ വിദ്യാഭ്യാസ മേഖലയെ കൃത്യമായി സംരക്ഷിക്കാനും നിലനിർത്താനും അതുപോലെ തന്നെ മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനും കഴിയുള്ളൂ. അതുകൊണ്ടാണ് PM ശ്രീ നടപ്പാക്കണമെന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ അതിൻ്റെ സെക്രട്ടറിയൊക്കെ അതിന് ഒപ്പിടുകയും അത് പ്രാബല്യത്തിൽ വരാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത്. മറ്റ് ഘടകകക്ഷികളെ പോലെയുള്ള ആളുകൾ അതിനെപ്പറ്റി ഒരു പഠനം നടത്താത്തതിൻ്റെ ഭാഗമായിട്ടുള്ള വിമർശനമാണ്. അതിന് യാതൊരുവിധ പ്രസക്തിയുമില്ല എന്നാണ് എൻ്റെ പൊതുവായ അഭിപ്രായം. പ്രധാന വാർത്തകൾ വീണ്ടും. മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവ് സംബന്ധിച്ച ചോദ്യത്തിൽ പ്രകോപിതനായി കായിക മന്ത്രി V അബ്ദുറഹ്മാൻ. മൈക്കും ക്യാമറയും തട്ടിമാറ്റി റിപ്പോർട്ടറെ തോളിൽ കൈയിട്ട് ബലമായി മാറ്റിക്കൊണ്ടുപോയി. സ്പോൺസറോടെ ചോദിക്കൂ എന്ന് മന്ത്രിയുടെ പരുക്കൻ മറുപടി. മന്ത്രിക്ക് പിന്തുണയുമായി ചാനൽ മൈക്കുകളും ക്യാമറയും തട്ടിമാറ്റി MLA AC മൊയ്തീനും. വിഷം അകത്തുചെന്ന് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട രോഗിയുടെ മൃതദേഹം നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ ബന്ധുക്കൾക്ക് വിട്ടുനൽകിയ സംഭവത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രി അധികൃതർക്ക് ഗുരുതര വീഴ്ച. പിഴവ് സംഭവിച്ചത് അസ്വാഭാവിക മരണങ്ങളിൽ പോസ്റ്റ്മോർട്ടം നിർബന്ധമാണെന്നിരിക്കെ. അബദ്ധം തിരിച്ചറിഞ്ഞ് വീട്ടിലെത്തിച്ച മൃതദേഹം സംസ്കാരത്തിന് മുമ്പ് ആംബുലൻസിലെത്തിയ ആശുപത്രി ജീവനക്കാർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ തിരിച്ചെത്തിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കൊപ്പം വേദി പങ്കിട്ട സംഭവത്തിൽ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനെതിരെ BJPയിൽ ശക്തമായ പടയൊരുക്കം. പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചെയർപേഴ്സന്റെ രാജി ആവശ്യപ്പെട്ട നേതാക്കൾ. രാഹുലിനെതിരായ പാർട്ടി നിലപാടിനെയും സമരം നടത്തി കേസിലകപ്പെട്ടവരെയും പ്രമീള ശശിധരൻ അവഹേളിച്ചെന്ന് ആക്ഷേപം. യോഗത്തിൽ ചെയർപേഴ്സൺ പങ്കെടുത്തില്ല. കുളപ്പുള്ളി കണയം പാതയിലെ മണ്ണാരംപാറയിൽ വീണ്ടും വാഹനാപകടം. ഗ്യാസ് കയറ്റി പോവുകയായിരുന്ന ടെമ്പോ തലകീഴായി മറിഞ്ഞു. തൃശൂരിൽ പോലീസ് ജീപ്പ് മറിഞ്ഞ് DYSPക്ക് പരിക്ക്. പുതുപ്പരിയാരം സർവീസ് സഹകരണ ബാങ്ക് മുക്കുപണ്ട പണയ തട്ടിപ്പ്. കോടികളുടെ തട്ടിപ്പിന് ബാങ്ക് ജീവനക്കാരിക്ക് ഒത്താശ ചെയ്ത CPM ബാങ്ക് ഭരണസമിതി പിരിച്ചുവിടണമെന്ന് കോൺഗ്രസ്. ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും.
സഹകരണ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കരുതെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. ഹാജർ കുറവ് മൂലം കായിക താരത്തെ +2 പരീക്ഷ എഴുതാൻ അനുവദിക്കാത്തതിനെതിരെ ചിറ്റൂർ GHSൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. സ്കൂൾ പ്രിൻസിപ്പാളിനെ പ്രവർത്തകർ ഉപരോധിച്ചു. സ്കന്ദഷഷ്ഠി മഹോത്സവം ഭക്തിസാന്ദ്രം. ക്ഷേത്രങ്ങളിൽ വിശേഷ പരിപാടികൾ. കനത്ത മഴയെ തുടർന്ന് പ്രസിദ്ധമായ മുള്ളൂർക്കര ഇരുനിലംകോട് ക്ഷേത്രത്തിലെ ആഘോഷ പരിപാടികൾ നവംബർ 3 മാറ്റിവെച്ചു. ഒറ്റപ്പാലത്ത് സംസ്ഥാനത്തെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം ഒരുങ്ങുന്നു. നിർമ്മാണോദ്ഘാടനം ചൊവ്വാഴ്ച. സ്റ്റേഡിയം നിർമ്മിക്കുന്നത് കണ്ണിയമ്പുറം പാലത്തിന് സമീപത്തെ സർക്കാർ ബദിര വിദ്യാലയം മൈതാനത്ത്. ആധുനിക പൊതുകളിയിടം എന്ന സ്വപ്നം കൂടിയാണ് യാഥാർത്ഥ്യമാകുന്നതെന്ന് കെ പ്രേംകുമാർ MLA. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.